നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ദിനമാണ് ഇന്ന് കടന്നുപോയത്. അതായത് ജനുവരി 5, 2026 ജനുവരി 5-നായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും കോടതിയിൽ എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഈ SIT പ്രത്യേക അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. പകരം അടച്ചിട്ട കോടതിയെ ചില കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ഈ അറിയിച്ചതിൽ നിന്നും SITയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു. അതിനുശേഷം SITയുടെ ആവശ്യപ്രകാരം 6 ആഴ്ച കൂടി സമയം കൊടുക്കുന്നു. അതായത് നിർണായകമായ ചില അറസ്റ്റുകൾ ഈ 6 ആഴ്ചയ്ക്കുള്ളിൽ നടക്കും എന്നാണ് സൂചന. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പല പുതിയ വിവരങ്ങളും ഈ 6 ആഴ്ചയ്ക്ക് ശേഷം കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ പുറത്തേക്ക് വരും എന്നാണ് ലഭിക്കുന്ന സൂചന. അതിനുള്ളിൽ നിർണായകമായ പല അറസ്റ്റുകളും നടക്കും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി മാത്രമല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, സുപ്രീം കോടതി കൂടി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അഭിപ്രായം സത്യത്തിൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു. സുപ്രീം കോടതി ശബരിമല വിഷയത്തിൽ ഇടപെടാൻ കാരണം സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ ഒരു മുൻകൂർ ജാമ്യ ഹർജിയാണ്. ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് CPM നേതാവും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ KP ശങ്കരദാസ് ആണ്. KP ശങ്കരദാസ് ഈ A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വ്യക്തിയാണ്. ഈ ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല, സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. ഒരു കാരണവശാലും അത് നടക്കില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടാത്തയാളല്ലേ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി KP ശങ്കർദാസിനോട് ചോദിച്ചത്. അതായത് ഈ കേസിൽ എന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഹൈക്കോടതി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഈ പരാമർശവും ഇല്ലാതാക്കണം, അതോടൊപ്പം എനിക്ക് മുൻകൂർ ജാമ്യ ഹർജിയും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ CPM നേതാവായ KP ശങ്കർദാസ് ചെന്നത്. അതായത് A പത്മകുമാറിനേക്കാളും ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെക്കാളുമൊക്കെ ഈ കേസിൽ നിർണായകമായ പങ്കുള്ള വ്യക്തിയാണ് KP ശങ്കർദാസ് എന്ന് നേരത്തെ ഈ അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. ഉത്തരം വ്യക്തമാണ്. KP ശങ്കർദാസ് വളരെ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്, CPM നേതാവാണ്, മാത്രമല്ല മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ മകൻ കേരള പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇതൊക്കെ കൊണ്ടാണ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് അക്കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചത്. അതിനുശേഷം KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി. പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല, ചോദ്യം ചെയ്യാൻ പോയില്ല എന്ന് മാത്രമല്ല മുൻകൂർ ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ സുപ്രീം കോടതി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിന് പുതിയ മാനങ്ങളുണ്ട്. സുപ്രീം കോടതിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമായ ഒരു പ്രതിസ്ഥാനത്തുള്ള വ്യക്തി എന്ന നിലയിൽ താങ്കളെ എങ്ങനെയാണ് ഈ കേസിൽ നിന്ന് ഒഴിവാക്കുക? അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കില്ല, താങ്കൾ ദൈവത്തെ പോലും വെറുതെ വിടാത്തവനല്ലേ എന്ന ചോദ്യവുമായി രൂക്ഷ വിമർശനത്തോടു കൂടിയാണ് KP ശങ്കർദാസിൻ്റെ ഹർജി മടക്കിയത്. ഈ ഹർജി എടുത്ത് തോട്ടിലെറിഞ്ഞു എന്നൊക്കെ തന്നെ പറയാം. അത്രമാത്രം രൂക്ഷമായ വിമർശനമാണ് ഇന്ന് CPM നേതാവ് ശങ്കർദാസിന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് SIT സംഘത്തിന് മുന്നിൽ കീഴടങ്ങുക എന്ന ഒരു ഉപായം അല്ലെങ്കിൽ എന്നൊരു വഴി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. മുൻകൂർ ജാമ്യം വേണമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാം എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയാണ് ഇവിടെ ഈ കേസ് വിചാരണ ചെയ്യുന്നത്. ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ KP ശങ്കർദാസ് വരും ദിവസങ്ങളിൽ കീഴടങ്ങുകയോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി അറസ്റ്റ് ചെയ്യുകയോ ചെയ്തേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.